നമസ്കാരം സാർ. നമസ്കാരം സാർ. തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ഈ PR വർക്കുകളുടെ ഒരു പ്രളയമാണ് കേരളത്തിൽ. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഈ രാഷ്ട്രീയവുമായി കൂട്ടിക്കെട്ടി വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. കാരണം നമുക്കറിയാം LDFനും UDFനും ഇതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. BJPക്ക് മാത്രമേ ഉള്ളൂ. നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് കിട്ടുന്നതെല്ലാം നേട്ടമാണ്. പക്ഷെ LDFനും UDFനും അങ്ങനെയല്ല. ഇത് ഏറ്റവും ഒടുവിൽ ഇരുവർ എന്ന പേരിൽ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മലയാളത്തിൻ്റെ മഹാനടൻ എന്നറിയപ്പെടുന്ന ശ്രീ മോഹൻലാലും തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രിയെ നടൻ മോഹൻലാൽ ഇൻ്റർവ്യൂ ചെയ്യുന്നു. വലിയ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിലടക്കം ഇതിനെതിരെ ഉയരുന്നത്. എന്താണ് സാർ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ, ഒരു മുഖ്യമന്ത്രിയെ ഒരു നടൻ ഇൻ്റർവ്യൂ ചെയ്യുന്നു, പക്ഷെ അതിനെതിരെ എന്തുകൊണ്ടാണ് വലിയ പ്രതിഷേധം, വലിയ പ്രതിരോധം കേരളത്തിൽ ഉയരുന്നത്? അല്ല, അത് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറയുന്നത് ഇതൊരു നിയമവിരുദ്ധമായ കാര്യമൊന്നുമല്ല. മുമ്പ് ഉമ്മൻചാണ്ടിയോട് ഇദ്ദേഹം അഭിമുഖം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ പിണറായി വിജയനുമായിട്ട് അഭിമുഖം നടത്തുന്നു. ഇദ്ദേഹം ആവശ്യപ്പെട്ടതല്ല എന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കാനുള്ളൊരു മനസ്സ്, ബുദ്ധി, വിവേകം കേരളീയർക്കുണ്ട്. പിന്നെ ഈ ഒരു അവസരത്തിലുള്ള ഈ ഒരു ഇൻ്റർവ്യൂ ആണ്. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. പഴയ കിറ്റ് ഇപ്പോൾ പുതിയ മോഹൻലാലിൻ്റെ രൂപത്തിൽ വന്നിരുന്നു എന്നാണ് പറഞ്ഞത്. കേട്ടോ, അത് 21 തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കോവിഡ് കിറ്റ് അപ്പൊ ഞാൻ മോഹൻലാലിന്റെ രൂപത്തിലേക്ക് വീണ്ടും വരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഞാൻ അതൊന്ന് ചിന്തിച്ചു. കാരണം ഒരു വലിയ മഹാമാരിയിൽ നിന്ന് കേരളം പെട്ടുപോയ അവസ്ഥയിലാണ്. ഇദ്ദേഹം ഒരു കിറ്റ് ഈ ചെന്നിത്തല ഉയർത്തിയ വലിയ ആരോപണങ്ങളുണ്ടല്ലോ, അതൊന്നും കേരള ജനത അതിനെ ഒന്നും ഗൗനിച്ചില്ല, അതിനെ ഒന്നും ഗൗരവമായിട്ട് എടുത്തില്ല. പകരം ജനം പിണറായി വിജയന്റെ പിന്നിൽ ഉറച്ചു നിന്നു. ഇവിടെ ഇപ്പോഴാ വലിയൊരു അശനിവാദം പോലെ മൂന്നാം വട്ടവും വരുമെന്ന് ആണ് പ്രതിപക്ഷം പറയുന്നത്. നമ്മുടെ വാക്കല്ല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപക്ഷെ അത് വന്നേക്കുമോ എന്ന് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ഭയന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാവണം സുന്ദരമായൊരു PR വർക്കാണ്. അത് ചെയ്തുകൂടാത്ത കാര്യമല്ല എന്നുള്ളത് വേറെ മാറ്റി നിർത്താം. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ വരുന്നത്, പ്രത്യേകിച്ച് മോഹൻലാലാകുമ്പോൾ ഇത് കാണും. ഇനി ഇതിൽ ഏറ്റവും വലിയ ഗർവം, ഒരു കൊതിക്കർവെന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകർക്കായിരിക്കും. ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് മലയാളത്തിൻ്റെ മഹാനടൻ തട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ എത്രയോ മാധ്യമ പ്രവർത്തകർ പിണറായി വിജയനുമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഇൻ്റർവ്യൂ, പണ്ട് ഒരു സിനിമാ നടിക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നല്ലോ. എനിക്ക് പെട്ടെന്ന് നവ്യ നായർ ഒരു ഉണ്ടായിരുന്നു. പിന്നെ ഇത് ആദ്യ ഇൻ്റർവ്യൂ അല്ല പിണറായി വിജയൻ ചെയ്യുന്നത്. നടൻ ശ്രീനിവാസനുമായി ഒരു അഭിമുഖം ഞാൻ ഓർക്കുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എന്നുള്ളതല്ല, ഇടതുപക്ഷത്തിൽ നിരത്താൻ ന്യായങ്ങളേറെയാണ്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അന്ന് നമ്മൾ മഹാനടനെയോ നടിയോ നോക്കിയില്ലല്ലോ. അന്ന് സാധാരണ ജ്വല്ലറായിരുന്നു. സാർ, ഇവിടെ ഒരു ചോദ്യം, ഈ പിണറായി വിജയന്റെ ഇമേജ് ഒന്ന് ചെത്തി മിനുക്കി ഒന്ന് സുന്ദര കുട്ടപ്പനാക്കി എടുക്കാൻ, കാരണം കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. അതൊരു വാസ്തവമാണ്. അതിനെ ആർക്കും എതിർക്കാൻ കഴിയില്ല. അതിന്റെ തെളിവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ആ ഒരു ഭരണവിരുദ്ധ വികാരത്തെ കവച്ചു വയ്ക്കുന്ന തരത്തിൽ ഒരു ഇമേജ് ബിൽഡിംഗ്, അതിനുള്ള ഒരു നീക്കമല്ലേ ഈ മോഹൻലാലിനെ മുൻനിർത്തി നടത്തിയിരിക്കുന്നത്? അല്ല, ഈ ലോകത്തെവിടെയാണ് ഇമേജ് ബിൽഡിങ് പൊളിറ്റീഷ്യൻസ് നടത്താത്തത്? എല്ലായിടത്തും നടത്തും. ഇപ്പൊ തെറ്റൊന്നും ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇന്റർവ്യൂവിന് അനുകൂലമായോ പ്രതികൂലമായോ അല്ല നമ്മൾ രണ്ടുപേരും ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് പറയുന്നതെന്ന് പറയും, ഇപ്പം മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പല ആൾക്കാരുമായിട്ട് പിണറായി വിജയൻ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. ഇത് ആദ്യമല്ല. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ഇമേജ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സ്വാഭാവികമായും. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഞാൻ ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഇതാണ് പറയുന്നത്. ഇപ്പം എം എം മണിയൊക്കെ പറഞ്ഞല്ലോ, ഇത്രയൊക്കെ ഞങ്ങൾ വാരിക്കോരി കൊടുത്തിട്ടും ഇത് ജനം കാണുന്നില്ലല്ലോ. ഈ ജനം കാണാനുള്ള അവസാനത്തെ ആയുധമായിട്ടായിരിക്കും ചിലപ്പോൾ ഇന്റർവ്യൂവിനെ മാറ്റിയിട്ടുണ്ടാവുക. അപ്പം നമുക്കിത്രേ പറയാനുള്ളൂ. മോഹൻലാലെ സംബന്ധിച്ചിട്ട് മോഹൻലാൽ മോദിയെ കാണുമ്പോൾ മോദിയോടൊപ്പം, പിണറായി കാണുമ്പോൾ ഉമ്മൻചാണ്ടിയോടൊപ്പം, ഒരു നടന്റെ ഒരു ഗതികേടും ഈ പലയിടത്ത് വെള്ളം കാല് വയ്ക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ആലോചിക്കുന്നത്. എന്തുകൊണ്ടാണ് മോഹൻലാലിന് അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടി വന്നത്? ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ കാണുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പക്ഷത്ത്, പിണറായിയെ കാണുമ്പോൾ പിണറായിയുടെ പക്ഷത്ത്, നരേന്ദ്രമോദിയെ കാണുമ്പോൾ നരേന്ദ്രമോദിയുടെ പക്ഷത്ത്. ഇത് സത്യത്തിൽ
ഒരു ഒരു നടൻ അങ്ങനെ ഒരു ഗതികേട് അതിനകത്തുണ്ടോ? അല്ല, അതൊരു പിന്നെ മറച്ചു പിടിക്കേണ്ടത് ഒരു ഗതികേടല്ല അവർക്കുണ്ട്. ഇപ്പൊ മമ്മൂട്ടിയെ സംബന്ധിച്ചിട്ട് മമ്മൂട്ടിയുടെ നിലപാട് വളരെ ക്ലിയറാണ്. അദ്ദേഹം ഇടതുപക്ഷ സഹായത്തിനാണ് എന്ന് തുറന്ന് പറയാനുള്ള ആർജവം മമ്മൂട്ടി കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇന്റർവ്യൂ വന്നിരിക്കുന്നത് മമ്മൂട്ടിയുടെ അല്ല. അപ്പൊ അതും ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് മമ്മൂട്ടിയെ കൊണ്ട് ഇന്റർവ്യൂ ചെയ്യിച്ചില്ല, പകരം മോഹൻലാൽ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്? അല്ല, ഞാൻ പറയുന്നത് മമ്മൂട്ടിയെ കൊണ്ട് കൂടി ഇന്റർവ്യൂ ചെയ്യിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ ആ മമ്മൂട്ടി ഫാൻസ് പക്ഷെ വോട്ടിട്ടില്ലെങ്കിലോ? ഇതൊക്കെ ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. ഇന്നും നമുക്കൊരിക്കൽ കേരള ജനത എന്തായാലും പിന്നെ തെളിയേണ്ട കാര്യമാണ്. ഇലക്ഷന് ശേഷം മാത്രം വലിയ തോതിൽ ഭരണവിരുദ്ധ വ്യവഹാരമുണ്ട് എന്ന് പിന്നെ പറയപ്പെടുന്നു. അത് ശരിയാവാം, തെറ്റാവാം. ഇലക്ഷന് ശേഷമേ അത് നിർണ്ണയിക്കപ്പെടുകയുള്ളൂ. അതൊന്ന്. രണ്ട്, പക്ഷെ ലഭ്യമായ സൂചനകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ നമുക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് നമ്മളത് കാണുന്നുണ്ട്. അല്ല, അത് നമുക്ക് അതിനകത്തൊരു ചെറിയ അഭിപ്രായ വ്യത്യാസം എനിക്കുള്ളതെന്ന് പറയുന്നത്, ഈ ഒരു പിന്നെ അതും ഒരു PR വർക്ക് നടത്താതെ ഒരു പ്രൊപ്പഗാൻഡ വഴി ഈ പിന്നെ പിണറായി വിരുദ്ധ വികാരം സൃഷ്ടിക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ പിന്നെ തവണ എന്ന് പറയുന്നത് 400+ ആണ് BJP പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു പിന്നെ വികാരം ഇവിടുത്തെ വലിയ വലിയ മാധ്യമ നിരീക്ഷകരുടെ കണ്ണിൽ പോലും അതിലൊരു എതിർപ്പ് അവർക്ക് പറയാൻ പറ്റിയില്ല. വാസ്തവം പറഞ്ഞ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ഈ 400+ ചോദ്യം ചെയ്തില്ല. അതങ്ങ് അംഗീകരിച്ചു. അതേപോലെ ഒരു അംഗീകരിക്കാൻ ഈ ഉത്തരേന്ത്യൻ ജനതയെ വലിയ വീഴ്ച പറ്റുന്നു. ഇതൊന്നും അല്ല സത്യം എന്ന് വിലയിരുത്താൻ അവർക്ക് വീഴ്ച പറ്റി. അതേപോലെ തന്നെ ഒരുപക്ഷെ ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് കലാകാലങ്ങളെ നമ്മൾ ഒരുപാട് വിരുദ്ധ വികാരമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. സർവ്വ ഇടങ്ങളിലും വിഷയങ്ങളാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷെ അത് ഈ ഒരു പൊതുസമൂഹത്തിൽ ഈ ഒരു ധാരണയാണോ മുകളിൽ തട്ടി നിൽക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ ഇലക്ഷൻ കഴിയണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഒരു പക്ഷേ ഇതിൽ നിന്നുള്ളൊരു കരകയറലാകാം. സർവ്വമായ എല്ലാ ബസ്സിന്റെ പിന്നെ പുറകില് എല്ലാം തെളിച്ചിട്ടും ജനം മുഴുവൻ തിരിച്ചു നിൽക്കുന്നു എന്ന് ഒരു പക്ഷേ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് അദ്ദേഹത്തിന് കൈവന്നിട്ടുണ്ടാവും. സ്വാഭാവികമായും ഒരിക്കൽ കൂടി ഭരണത്തിൽ വരണമെന്ന് അദ്ദേഹത്തിന് തോന്നുന്നത് ഒരു രാഷ്ട്രീയമായ അഭിലാഷം, ഒരു ഹാട്രിക് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ അഭിലാഷം. ഇനി ഏത് പ്രായത്തിൽ അദ്ദേഹത്തിന് നേടാൻ കഴിയുക? ഇപ്പൊ നേടിയില്ലെങ്കിൽ അങ്ങനൊരു അഭിലാഷം അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ തെറ്റല്ല. ആ തെറ്റിൽ മോഹൻലാൽ പങ്കാളിത്തം വഹിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് നാളിതുവരെ ഇല്ലാതെ. സാർ, അങ്ങനെയാണെങ്കിൽ ഈ മോഹൻലാലിനെ ഈ ഇന്റർവ്യൂവിലേക്ക് നിർബന്ധിക്കാൻ ഒരു സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ടോ? അതായത് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വേണം, പ്രത്യേകിച്ച് ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഈ ഒരു ചട്ടക്കൂടിൽ പെടാതെ ഒഴിഞ്ഞു നിൽക്കാനായിരിക്കും നടീനടന്മാരും സാംസ്കാരിക നായകരും ഒക്കെ ശ്രമിക്കുക. ഇപ്പൊ സച്ചിദാനന്ദനെ പോലെയുള്ളവർ വലിയ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നു. ഈ തുടർഭരണം ഉണ്ടാകരുത്, ഇടതുപക്ഷം രക്ഷപ്പെടണമെങ്കിൽ പ്രതിപക്ഷത്തിരിക്കണം എന്നൊക്കെയുള്ള അഭിപ്രായമൊക്കെ നമ്മൾ കേട്ടു. എങ്കിലും ഞാൻ ചോദിക്കുന്നത്, ഈ പൊതുവെ ഇവരെല്ലാവരും ഈ ഒരു ഭരണമാറ്റത്തിന്റെ ചില സൂചനകളൊക്കെ ലഭിക്കുന്നത് കൊണ്ട് പൊതുവെ ഒരിടത്തും പെടാതെ ഒന്ന് മാറി നിൽക്കാൻ ശ്രമിക്കും. എന്നിട്ടും ഈ മോഹൻലാൽ ഇതിന് തയ്യാറായെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഇതിപ്പോ ചില കുബുദ്ധികൾ പറഞ്ഞു വരുത്തുന്ന പോലെ നമുക്ക് അതിനെപ്പറ്റി അറിവില്ല, നമുക്ക് പറഞ്ഞിട്ട് കാര്യം. പക്ഷെ കുബുദ്ധികൾ പിന്നെ പറയുന്നത് പോലെ അങ്ങനെ പല യൂട്യൂബർമാരും ചാനലുകളും ഒക്കെ അത്തരത്തിൽ വാർത്തകളൊക്കെ കൊടുക്കും. അല്ല, ഇനി അങ്ങനെ വാർത്തകൾ വരും, അത് അനുഭവിക്കാൻ. ചില കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വെച്ച് മോഹൻലാലിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പോലും പറയുന്നവരുണ്ട്. തർക്കമെന്താ? അങ്ങനെ പറയേണ്ടി വരുമ്പോ അത് പിന്നെ മോഹൻലാൽ ആ പഴി കേട്ടേ പറ്റൂ. കാരണം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ജനത്തിന് പറയാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ അദ്ദേഹം അമ്മയുടെ പിന്നെ ഇന്നസെന്റ് മാറിയിട്ട് കുറച്ചാൾ മോഹൻലാൽ എടുത്തു. അവിടെയും അദ്ദേഹം വലിയ തോതിൽ ഏറുകൊള്ളാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അമ്മ പോലെ അല്ലെങ്കിൽ മറ്റേതൊരു സംഘടനയെ തലപ്പത്തിരിക്കുക വെച്ചാൽ വലിയ വേദന തന്നെയാണ്. അതൊക്കെ അറിയണോ അവര്? അതിനുശേഷം പിന്നെ മറ്റേ ഒരു വനിതയാണല്ലോ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അവര് വരുന്നു. ഈ ഹെമ കമ്മിറ്റി റിപ്പോർട്ടും കൂടെ ഇവിടെ നാട്ടുകാരുടെ കയ്യിലില്ലെന്നേ ഉള്ളൂ. ഊഹാപോഹങ്ങൾ പലതും പ്രചരിക്കുന്നുണ്ട്. അന്ന് മോഹൻലാലിനെ കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോഴും പറഞ്ഞു കേട്ടതൊന്നും ശരിയായിരിക്കരുത് എന്ന ഈ മോഹൻലാൽ ഫാൻസിന്റെ പ്രാർത്ഥനയും നമ്മൾ കേട്ടതാണ്. സ്വാഭാവികമായും ഈ നമുക്ക് അങ്ങനെ നമ്മുടെ ഈ റിപ്പോർട്ട് കാണാത്തിടത്തോളം കാലം. പക്ഷേ ഈ റിപ്പോർട്ടിന്റെ കുറേ ഭാഗങ്ങൾ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അതിനകത്ത് എന്തുണ്ടെന്ന് അറിയില്ല. ഒരുപക്ഷെ കൂടത്തിന് ഇത് വളരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ബോധ്യമുണ്ടാവും. അത്തരത്തിൽ ചില ടോക്കുകൾ നടന്നിട്ടുണ്ടോ എന്ന് എതിരാളികൾ ആരോപിച്ചാൽ ഒച്ചനുഭവിച്ചണം പോലെ. അതിനകത്ത് വേറെ ഒന്നുമില്ല. പക്ഷെ അതിലൊന്നും കൊണ്ട് ഭയക്കേണ്ടത് അങ്ങനെ ഭയപ്പെട്ട് പോകുന്ന ആളാണോ മോഹൻലാൽ നമുക്കറിയില്ല. അല്ല, അങ്ങനത്തെ ഒരു സമ്മർദ്ദത്തിനൊന്നും മോഹൻലാൽ വഴങ്ങാൻ സാധ്യതയില്ല. അല്ല, അങ്ങനെ കാര്യമുണ്ട്. സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഇപ്പൊ എനിക്കെതിരെ വളരെ വ്യക്തമായ ചില തെളിവുകൾ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ വഴങ്ങി പോകും. നമുക്കൊരു ശിക്ഷാകാലം മനസ്സമാകൃത ജീവിക്കണമെന്ന് ആർക്കും തോന്നിക്കൂടായികയൊന്നുമില്ല. ഞാൻ പറയുന്നത്
എന്തായാലും ഒരു കറകളഞ്ഞ പിന്നെ ഒരു രാഷ്ട്രീയക്കാർക്കും കറകളഞ്ഞ ഒരു സംഭവം ഉണ്ടാവില്ല. ഒരുപാട് ആരോപണങ്ങൾ നേരിട്ട് വന്ന മനുഷ്യനാണ് പിണറായി വിജയൻ. അത്തരത്തിലുള്ള ആരോപണങ്ങളിൽ ഒരു 100% പോലും മോഹൻലാൽ നേരിട്ടിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയെ പോലൊരാൾ അല്ലെങ്കിൽ പിണറായി പോലൊരാൾ ഒരു അഭിമുഖം നടത്തുന്നതിൽ 100% നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല. അതൊരു PR വർക്കിന്റെ ഭാഗമാണെങ്കിൽ കൂടിയും നടത്തുന്നില്ല. ഇപ്പോൾ മോദിക്കെതിരെ അങ്ങനെ ആരോപണമില്ലേ? ആദ്യകാലങ്ങളിലെ മോദിയുടെ അഭിമുഖങ്ങൾ പോലെയാണല്ലോ പിന്നെയുള്ളത്. മീഡിയ അദ്ദേഹം താങ്ങാറേയില്ല. പക്ഷെ അദ്ദേഹം പിന്നെ ചില മീഡിയകളിൽ അവിടെ കോൺക്ലേവിലും മറ്റും പങ്കെടുത്ത് സംസാരിക്കുന്നുമുണ്ട്. അപ്പോൾ ആരോപണം അദ്ദേഹത്തിന് നേരെയുണ്ട്. പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ്, അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് അദ്ദേഹം അന്ന് ടൈംസ് നൗവിന് അർണാബ് ഗോസ്വാമിക്ക് ഇന്റർവ്യൂ നൽകിയിരുന്നു. അത് ആ ഇന്റർവ്യൂ വലിയ രീതിയിൽ എന്താ പറയുക, ഇന്ത്യയിൽ ഒരു പ്രകമ്പനം തന്നെ ഭാരതത്തിൽ സൃഷ്ടിച്ചു. അതേസമയം രാജ്ദീപ് സർദേശായിക്ക് ഇന്റർവ്യൂ അദ്ദേഹം കൊടുത്തില്ല. അതിന് മുമ്പൊരു ഇന്റർവ്യൂ രാജ്ദീപ് സർദേശായിക്ക് കൊടുക്കുകയും അത് അവസാനം എന്താ പറയുക, ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നരേന്ദ്രമോദി ഒഴിഞ്ഞു മാറി ഇന്റർവ്യൂവിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. കാരണം അത്ര പ്രൊവോക്കിംഗ് ആയിരുന്നു, വളരെ പ്രകോപനം ഉണ്ടാക്കുന്ന ചോദ്യങ്ങളാണ് സർദേശായി ചോദിച്ചത്. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഇപ്പോ സത്യത്തിൽ ഒരു മാധ്യമ പ്രവർത്തകനാണ് ഒരു പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ഒരു പ്രതിഷേധവും ഈ പറയുന്ന ട്രോളുകളും ഒന്നും ഇതിന്റെ പുറത്ത് ഉണ്ടാകില്ലായിരുന്നു. മോഹൻലാലിനും ഇതൊരു അവസരം എന്നാണ് നമ്മൾ എടുക്കുന്നത് അങ്ങനെയാണ്. കാരണം മോഹൻലാലിന് ജീവിതത്തിൽ കിട്ടുന്ന ഒരു അസുലഭ അവസരമാണ് പിന്നെ പിണറായി വിജയനെ വലതുപക്ഷത്തിന്റെയും ഇടതുപക്ഷത്തിന്റെയും മുഖ്യമന്ത്രിമാരെ അദ്ദേഹത്തിന് അതൊരു വലിയ നേട്ടമല്ലേ? ഒരു നടന് കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയാണ്. തൻ്റെ ഈ മേഖല വിട്ടിട്ട് മറ്റിടത്തേക്ക് ചെന്നിട്ട് ഉമ്മൻചാണ്ടി വിട്ടുള്ള അഭിമുഖം, ഇപ്പോൾ ലാലു പിന്നെ പിണറായി വിജയൻ വിട്ടുള്ള അഭിമുഖം, നാളെ ഇദ്ദേഹം ഒരുപക്ഷെ മറ്റ് സമുന്നതരായ ആൾക്കാരായിട്ട് നടത്തുന്നത് ഇങ്ങനെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിനും കൂടെ കിട്ടുന്നൊരു അവസരമാണ്. ഇവിടെ സംഭവിക്കേണ്ടത് വെച്ചാൽ സാധാരണ ജനങ്ങൾ, ഈ വിരുദ്ധ വികാരം പറഞ്ഞുകൊണ്ടിരുന്ന ജനങ്ങൾ, അവരിത് അതിശയത്തോടുകൂടി കാണുന്നത്. കാരണം നമ്മുടെ ലാലേട്ടൻ ഇതിന് തുനിഞ്ഞല്ലോ എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വിഷയം. ഉദാഹരണത്തിന് ഈ PR വർക്കുകൾ ഒന്നൊന്നായി പാളിപ്പോകുന്നൊരു കാഴ്ച നമ്മളാണ്. ഇപ്പോൾ ഒരു 2000 രൂപ നോട്ടം കണ്ട് വാങ്ങിച്ചിട്ട് മൊയ്തനിക്ക് തിരിച്ചു കൊടുത്ത സംഭവം ഉണ്ടല്ലോ ഈ ഗോവിന്ദന്റെ ജാഥയ്ക്കിടയിൽ. പലപ്പോഴും ഇവരുടെ PR വർക്ക് പൊളിഞ്ഞു പോവുക. അതിന്റെ ഫലമായിട്ടാണ് നികേഷിനെതിരെ ദേശാഭിമാനിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പൊ ഇവർ വച്ചിരുന്ന മുഴുവൻ പൊളിഞ്ഞു പോവാണ്. ഇത്തരം PR വർക്ക് പൊളിഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായി ഈ PR വർക്കും അങ്ങനെ പൊളിയാൻ സാധ്യതയുണ്ടോ? അല്ല, ഇത് പൊളിയാൻ സാധ്യതയുള്ള അങ്ങനെ ഒരു മുൻകൂട്ടി പ്രവചിക്കാനൊന്നും സാധ്യമല്ല. പക്ഷെ എങ്കിൽ കൂടിയും ഇത് ഗുണകരമാകാനുള്ള സാധ്യതയുണ്ട്, ഏറെ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. നാളെ ട്രോളുകൾ ഒരു ഈ പറയുന്നത് പോലെ നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിൽ കൂടി ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. മാത്രമല്ല, ഇത് ഫുൾ ഇന്റർവ്യൂ കണ്ടതിന് ശേഷം മാത്രമേ നമുക്കിപ്പോൾ ആ ചില ബിറ്റുകൾ ഒന്നും കാണാൻ കഴിയില്ല. ഒരു മുഴുനീള അഭിമുഖം കണ്ടതിന് ശേഷം നമുക്ക് അതിനെ വിലയിരുത്താം. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, ഈ സമയം, ഇതിന് തിരഞ്ഞെടുത്ത സമയമുണ്ടല്ലോ, ഈ സമയമാണ്. അതേസമയത്ത് 2 വർഷം മുമ്പായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നം വരുമോ? ഇല്ല, ഒരിക്കലും വരില്ല. ഈ സമയമാണ് പ്രശ്നമായത്. പക്ഷേ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കാലത്താണ് ഇത് വന്നിരുന്നത്. ഏറെ ചർച്ച ചെയ്യപ്പെടില്ല, ഇപ്പൊ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതിനകത്ത് വാസ്തവത്തിൽ രാഷ്ട്രീയക്കാരന് വലിയ അഭിനയം വേണമെന്നാണ്. പക്ഷെ പിണറായി വിജയൻ അത്തരം അങ്ങനെ നടത്തുന്ന ആളല്ല. പ്രകോപിതനാകുന്ന നിമിഷം മൈക്കുകാരനായാലും ശരി, അദ്ദേഹം പ്രകോപനം അതുപോലെ പ്രകടിപ്പിക്കുന്നു. മതമേലധ്യക്ഷന്മാരായാലും ശരി, അതേപടി അദ്ദേഹം പറഞ്ഞിട്ട് പോകാനുള്ള പതിവ്. ചില സമയങ്ങൾ അദ്ദേഹം വിഴുങ്ങുന്നു എന്നുള്ളടത്ത് മാത്രമാണ് അഭയം വന്നിട്ടുണ്ടാവുക. പക്ക പറഞ്ഞു. അങ്ങനെ അഭിനയിക്കാൻ അറിഞ്ഞൂടാതെ പച്ചയായ സ്വഭാവം കേരളീയരുടെ മനസ്സിൽ കാട്ടി അതിന്റെ കടക്ക് പുറത്തുനിന്ന് പറയാനുള്ള കടക്ക് പുറത്തുനിന്ന് പറഞ്ഞു അദ്ദേഹം പലതവണ പറഞ്ഞു. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സെൽഫി എടുക്കാൻ വന്ന പെൺകുട്ടിയോട് ഇനി കറുപ്പിട്ട് പോയ ആൾക്കാരെ ഇദ്ദേഹം അതിനകത്തൊന്നും അഭിപ്രായം പറയുകയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയേണ്ട സമയത്ത് അദ്ദേഹം കൃത്യമായി പറഞ്ഞ് മറയില്ലാതെ പറഞ്ഞ ഒരാളാണ്, അഭിനയിക്കാതെ പറഞ്ഞ ഒരാളാണ്. ആ അഭിനയിക്കാതെ പറഞ്ഞ ഒരാളുടെ മുന്നിൽ അഭിനയം ഭംഗിയായി അറിയാവുന്ന മോഹൻലാലിന്റെ ഒരു അഭിനയമാണ് ഈ അഭിമുഖം എന്നാണ് വാസ്തവത്തിൽ നമുക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലാവുന്നത്, ടീസർ കണ്ടപ്പോൾ മനസ്സിലാവുന്നത്. ബാക്കി നമുക്ക് വിശദമായി ഇത് കഴിഞ്ഞതിന് ശേഷം. അല്ല, ലാലേട്ടന്റെ ഈ ഒരു ചുവടുവയ്പ്, ഈ മുഖ്യമന്ത്രിയെ ഇന്റർവ്യൂ ചെയ്ത ഈ നടപടി ഏതെങ്കിലും വിധത്തിൽ മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷത്തെയും സഹായിക്കുമോ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷെ വോട്ടെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുമ്പോൾ നമുക്ക് അന്നറിയാം ലാലേട്ടൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ഗുണം ചെയ്തോ അതോ ദോഷം ചെയ്തോ എന്ന്
നമുക്ക് അന്നേ അറിയാൻ കഴിയും. ഉറപ്പായി. ഇനി മറ്റൊരു പിന്നെ സരോജ് കുമാർ ആണോ എന്നൊക്കെ തരത്തിലുള്ള ട്രോളുകൾ വരുന്നുണ്ട്. അതെ ആ സ്വഭാവങ്ങളൊക്കെ ഈ കഴിഞ്ഞ പോലെ അത് ഇലക്ഷൻ അതെ വോട്ടെണ്ണൽ ദിവസം നമുക്ക് തീരുമാനിക്കാം, അറിയാം ഇതെന്താണ്, ഇത് ഗുണം ചെയ്തോ ദോഷം ചെയ്തോ രണ്ടുപേർക്കും. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.